എന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ. നമ്മൾ നേരത്തെ ടേൺ ഓൺ മെത്തേഡ്സ് ഓഫ് SCR അല്ലെങ്കിൽ ട്രിഗറിങ് മെത്തേഡ്സ് ഓഫ് SCR പഠിച്ചിരുന്നു. ഇത് SCRനെ എങ്ങനെ ഓണാക്കാം എന്നുള്ളത്. എങ്ങനെ ഓണാക്കാം? 5 മെത്തേഡ്: വോൾട്ടേജ് ട്രിഗറിങ്, റേഡിയേഷൻ ട്രിഗറിങ്, തെർമൽ ട്രിഗറിങ്, dV/dt ട്രിഗറിങ്, ദെൻ ഗേറ്റ് ട്രിഗറിങ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് ട്രിഗറിങ്. ആ ഗേറ്റ് ട്രിഗറിങ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു SCR കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, SCR കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. SCR അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന SCRനെ എങ്ങനെ നമുക്ക് ഓഫാക്കാൻ പറ്റും? ഓഫാക്കാൻ 2 മെത്തേഡ്. ഒന്നുകിൽ അപ്ലൈഡ് വോൾട്ടേജ് 0 ആക്കാം, ഇല്ല എങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കറണ്ടിൽ കുറയ്ക്കുക. ഈ 2 മെത്തേഡ് ആണ് നമ്മൾ ഒരു കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന SCRനെ ഓഫാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. ഇനി ഈ SCRനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന SCRനെ ഓഫാക്കുന്ന പരിപാടിക്ക് ഒരു പേര് പറയും കമ്മ്യൂട്ടേഷൻ. എന്താ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? ടേൺ ഓഫ് മെത്തേഡ് ഓഫ് SCRനെ ഓഫാക്കാനുള്ള പരിപാടിയാണ് കമ്മ്യൂട്ടേഷൻ. ഈ കമ്മ്യൂട്ടേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ, ഒന്ന് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. നാച്ചുറൽ ആൻഡ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. എന്താണ് പേര്? നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നാച്ചുറലി അത് ഓഫായി പോകും. അതായത് എന്താണ്, SCRന് നമ്മൾ കൊടുക്കുന്നത് AC ആണ് എന്നുണ്ടെങ്കിൽ, SCRലേക്ക് അപ്ലൈ ചെയ്യുന്നത് AC ആണെങ്കിൽ, ഇതിൽ നമ്മൾ പറയുന്നത് 180ക്ക് നമ്മൾ പൈ എന്ന് പറയുന്നത്. അപ്പോൾ 0, പൈ, 2π ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് വരുമ്പോൾ എന്ത് പറ്റും? 0 ആണ് അവിടെ. 0, പൈ, 2π അങ്ങനെയുള്ള പോയിൻറ്റ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി SCR ഓഫായി പോകും. അതാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. അപ്പോൾ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ഒരേ ഒരു കാര്യം വിചാരിച്ചാൽ മതി, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, SCR നമ്മൾ AC അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമത്താണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. പേരിന്നറിയാം, ഫോഴ്സ് ചെയ്ത് നമ്മൾ കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നു, ഓഫാക്കുന്നു. അതായത് നമ്മൾ SCRൽ കൊടുക്കുന്ന DC വോൾട്ടേജ് ആണെങ്കിൽ അന്നേരമാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DC വോൾട്ടേജ് ആണെങ്കിൽ അവിടെ നമുക്ക് ഇതുപോലെയുള്ളൊരു വേവ് അവിടെ ജനറേറ്റ് ചെയ്യുന്നില്ല. AC എന്ന് പറയുമ്പോൾ സിനുസോയിഡ് വേവാണ്. DC എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു 0 പോയിൻറ്റ് കവർ ചെയ്യുന്നൊരു ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ചെയ്താൽ മാത്രമേ അത് കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് DC അപ്ലൈ ചെയ്യുമ്പോഴത്താണ്. അപ്പോൾ DC അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഫോഴ്സ്, അതായത് കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സർക്യൂട്ട്സ് ഉപയോഗിക്കണം. എക്സ്ട്രാ സർക്യൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂട്ടേഷൻ നടത്തുന്നത്. അങ്ങനെയാണ് നാച്ചുറൽ ആൻഡ് ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ. ഇതിൽ ഈ ഫോഴ്സ് കമ്മ്യൂട്ടേഷനിൽ ഒരു 6 സംഭവങ്ങളുണ്ട്. ക്ലാസ് A കമ്മ്യൂട്ടേഷൻ ടു ക്ലാസ് F കമ്മ്യൂട്ടേഷൻ. 6 ടൈപ്പ് ഉണ്ട്, ക്ലാസ് A ടു ക്ലാസ് F. ഇതിൽ ക്ലാസ് F എന്ന് പറയുന്നതിൽ മാത്രം നമ്മൾ AC ആണ് കൊടുക്കുന്നത്. ദെയർഫോർ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എക്സാമ്പിളാണ് ക്ലാസ് F കമ്മ്യൂട്ടേഷൻ. ക്ലാസ് Fൽ നമ്മൾ AC ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം നാച്ചുറൽ കമ്മ്യൂട്ടേഷനിൽ വരും, ബാക്കിയെല്ലാം ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ക്ലാസ് A കമ്മ്യൂട്ടേഷൻ. ക്ലാസ് A കമ്മ്യൂട്ടേഷന് വേറൊരു പേരുണ്ട്, സീരീസ് റെസൊണൻറ്റ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. സീരീസ് റെസൊണൻറ്റ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ അതിലെന്താണ് സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ റെസൊണൻറ്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം RLC ഇത് മൂന്നും കൂടെ ഒന്നെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ റെസൊണൻറ്റ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് RLC കമ്പോണൻസ്. അപ്പോൾ സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ 3 കമ്പോണൻസും സീരീസ് ആയിരിക്കും. എന്തിനോട് സീരീസ്? ഇൻ സീരീസ് വിത്ത് SCR. SCRനോട് സീരീസാണ് RLC കമ്പോണൻസ്. അതാണ് സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇത് മൊത്തത്തിലാണ് നമ്മൾ DCയിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കി, നമുക്ക് ഏതൊരു സർക്യൂട്ടിലായിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന RLC കമ്പോണൻസ് ആണ്. ദാറ്റ് ഈസ് റിയാക്റ്റീവ് കമ്പോണൻസ് ഉപയോഗിക്കുന്നുണ്ട്. L and C are called reactive components because inductor has inductive reactance, capacitor has capacitive reactance. ആ റിയാക്റ്റൻസ് ഈക്വൽ ആകുമ്പോഴാണ് റെസൊണൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ റിയാക്റ്റീവ് കമ്പോണൻസ് ആണ് ആക്ച്വലി കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റെസൊണൻറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റെസൊണൻറ്റ് സർക്യൂട്ട്, ഒരു ഓസിലേറ്ററി സർക്യൂട്ട് നിങ്ങൾക്കറിയാം, ഇൻഡക്ടറോ കപ്പാസിറ്ററോ പാരലായിട്ടോ സീരീസോ ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിനകത്ത് സംഭവിക്കുന്നത്? ഇത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അറ്റ് വൺ ടൈം എന്ത് സംഭവിക്കുക?
ഈ കോയിലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് ചാർജ് സ്റ്റോർ ചെയ്യും. കോയിലിൽ കൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി അടുത്ത കേസിൽ അടുത്ത ടൈമിൽ ഇവരെന്ത് ചെയ്യും? കപ്പാസിറ്റർ കൂടെ ഫ്ലോ ചെയ്യും. കറണ്ട് കപ്പാസിറ്റർ കൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഡിസപ്പിയർ ആയിട്ട് കപ്പാസിറ്റർ അറൗണ്ടായിട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇലക്ട്രോ സ്റ്റാറ്റിക് എനർജി. അപ്പോൾ ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന എനർജിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. കപ്പാസിറ്റർ ഉണ്ടാകുന്നതാണ് ഇലക്ട്രോ സ്റ്റാറ്റിക് എനർജി. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എനർജി സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുക? ഓസിലേറ്ററി സർക്യൂട്ട് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നമുക്ക് ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കൂടെ ഒരു ഓസിലേറ്ററി കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറയാം. ഓസിലേറ്ററി കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറയാം. അതായത് നമ്മൾ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഗേറ്റ് ഞാനിവിടെ ഓപ്പൺ ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ ഗേറ്റ് ഓപ്പൺ അല്ല, ഗേറ്റിന് ഒരു ട്രിഗർ സർക്യൂട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഗേറ്റ് ട്രിഗർ പൾസ്, VGT എന്ന് കൊടുത്തിരിക്കുന്നത്. ട്രിഗർ പൾസാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ SCRനെ ഓണാക്കി, ട്രിഗർ പൾസ് അപ്ലൈ ചെയ്ത് SCR ഓണായി. അപ്പോൾ എന്താവും? SCR ഓണായി കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടാണ് ഓസിലേറ്ററി കറണ്ട്. ഓസിലേറ്ററി കറണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിനുസോയ്ഡൽ നേച്ചർ. 0, 90, 180, 270, 360 അങ്ങനെ ഉള്ളൊരു സിനുസോയ്ഡൽ നേച്ചറിലുള്ളൊരു ഓസിലേറ്ററി കറണ്ട് ഫ്ലോ ചെയ്തു. അതാണ് I. അപ്പോൾ ഈ SCR കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് IT. T എന്ന് പറഞ്ഞാൽ SCR യൂണി ഡയറക്ഷണൽ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടിയുള്ള കമ്പോണൻ്റാണ്. പോസിറ്റീവ് അസൈക്കിൾ വരുമ്പോൾ മാത്രമേ SCR കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് SCRലെ കറണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് പോർഷൻ കിട്ടില്ല, പോസിറ്റീവ് പോർഷൻ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ SCRലെ കറണ്ടാണ് IT എന്ന് കാണിച്ചിരിക്കുന്നത്. SCR ഓണായി, ഓസിലേറ്ററി കറണ്ട് ഇതിൽ കൂടെ എല്ലാത്തിലും ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഇൻഡക്ടറിൽ എന്തായിരിക്കും? ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇൻഡക്ടറിന് എനർജി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് ഈ എന്താണ് ഈ ഓസിലേറ്ററി കറണ്ട് അതിൻ്റെ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു ലെൻസസ് ലോ വെച്ചിട്ട് അവിടെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലൊരു വോൾട്ടേജൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ ഇൻഡക്ടർ അക്രോസ് ആയിട്ടുള്ള വേവ് ഫോം ഇവിടെ കാണിച്ചിട്ടില്ല. നെക്സ്റ്റ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വേവ് ഫോം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ ഇവിടെ DC ആണ്, അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി കറണ്ട് വരുന്നതുകൊണ്ട് ആ ഓസിലേറ്ററി കറണ്ട് 0 to 90 ഡിഗ്രി എത്തുമ്പോൾ കപ്പാസിറ്റർ 0 to V വോൾട്ടിൽ ചാർജ് ചെയ്യും. ഓസിലേറ്ററി കറണ്ട് 0 to 90 ഡിഗ്രി ആകുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V വോൾട്ട്. ദെൻ ഓസിലേറ്ററി കറണ്ട് റിവേഴ്സസ് ഡയറക്ഷൻ അപ് ടു പൈ. ഇത് പൈ ആണ്. 0, π, 2π. ഓക്കെ, ഇത് പൈ ആണ്. പൈ വരുമ്പോൾ അതായത് 0, 180 ഡിഗ്രി അത് വരുമ്പോഴത്തേനും കപ്പാസിറ്റർ അഗെയിൻ ചാർജസ് അപ് ടു 2 വോൾട്ട്. അപ്പോൾ ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേനും കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായി? 2 വോൾട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ SCR കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 2Vയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അതായി. ഇനി അടുത്ത വേവ് ഫോം ഞാൻ കാണിച്ചിരുന്നത് VT എന്ന് പറഞ്ഞാൽ SCR അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. SCR എന്താ സംഭവിക്കുക? പോസിറ്റീവ് സൈക്കിൾ SCR കണ്ടക്ട് ചെയ്യും. അപ്പോൾ നേരത്തെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. SCR കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? VB എത്തിയാലാണ് SCR കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ സഡൻ ചേഞ്ച് വന്നിട്ട് അത് 1.5 വോൾട്ടിലേക്ക് കുറയും. അപ്പോൾ SCR കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 1.5 വോൾട്ട്. അപ്പോൾ 1.5 വോൾട്ടാണ് ഈ പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ SCR അക്രോസ് ആയിട്ടുള്ള വോൾട്ട്. ഇതാണ്. ഓക്കെ. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു കേസ് കൂടി എഴുതാനുണ്ട്. ഇവിടെ കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഇതിനകത്ത് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാം? കിർച്ചോസ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഓംസ് ലോ എങ്ങനെയാണെങ്കിലും അപ്ലൈഡ് വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു എന്ത് വരും? അപ്ലൈഡ് വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു ഈ ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് എന്താണ്? L × di/dt പ്ലസ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് 1/C ഇൻ്റഗ്രൽ I/dt പ്ലസ് റെസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് I × R. ഇതാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സീരീസ് ഇൻവെർട്ടർ. ഇത്രയേ ഉള്ളൂ.